ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി മഗ് കേക്കാണ്. നമുക്ക് പെട്ടെന്ന് കേക്ക് കഴിക്കണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇതുപോലത്തെ മഗ് കേക്ക്സ്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ. എഗ്ലെസ് ആണിത്. അതുപോലെ ഇഡ്ഡലി പാത്രത്തിലാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. രണ്ട് റെസിപ്പി കാണിക്കുന്നുണ്ട്. ഒന്ന് ചോക്ലേറ്റ് മഗ് കേക്കും പിന്നെ ഒന്ന് വാനില മഗ് കേക്കും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ 2 മഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം വാനില കേക്കിൻ്റെ റെസിപ്പി കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മഗ്ഗിലേക്ക് 4 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. എല്ലാം നമ്മൾ ഡയറക്റ്റായിട്ട് ആ മഗ്ഗിൽ തന്നെ ചെയ്താൽ മതി. സെപ്പറേറ്റ് ആയിട്ട് വേറെ പാത്രം എടുത്ത് മിക്സ് ചെയ്ത് അങ്ങനെയൊന്നും വേണ്ട. നേരിട്ട് ഇതിലേക്ക് തന്നെ ഇട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് ഒരു 2 ടേബിൾ സ്പൂൺ പൊടിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. മധുരം കുറച്ച് മതി എന്നുള്ളവർക്ക് 1.5 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതി. അടുത്തത് ഓയിലാണ്. 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. ഓയിലിന് പകരം ബട്ടറും യൂസ് ചെയ്യുക. സെയിം അളവ് തന്നെ 1 ടേബിൾ സ്പൂൺ ഒരു മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം ഞാനിതിലേക്ക് പാലാണ് ഒഴിക്കുന്നത്. ഒരു 2.5 ടേബിൾ സ്പൂണോളം പാലൊഴിച്ചു കൊടുക്കുക. ഇനി ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡ ഒക്കെ ഒരു നുള്ള് മതി. അതുപോലെ ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂണിലും കുറവ് ചേർക്കുക. ഇനി ഇതൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 തുള്ളി മതി. പിന്നെ വിനീഗറും ചേർക്കാം. അപ്പം കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരും. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ഇത്തിരി കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഷുഗർ സ്പ്രിങ്കിൾസ് ചേർക്കുന്നുണ്ട്. ഇത് നമ്മുടെ കേക്ക് ഷോപ്സിലൊക്കെ എല്ലാ സ്ഥലത്തും കിട്ടുന്നതാണ്. അപ്പം അതും ഒരു ടീസ്പൂണൊക്കെ ചേർത്തിട്ട് ഇതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ മഗ് കേക്ക് ഉണ്ടാക്കുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ ബാറ്റർ ഈ മഗ്ഗിൻ്റെ പകുതി ഭാഗം മാത്രമേ വരാൻ പാടുള്ളൂ. ഫുള്ളായിട്ട് നിൽക്കരുത്. അങ്ങനെ ഫുള്ളായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇത് ബേക്കായി വരുമ്പം എന്തായാലും കുറച്ചൊന്ന് പൊങ്ങും. അപ്പോൾ ചിലപ്പം കേക്കിൻ്റെ ബാറ്റർ പുറത്തേക്ക് ചിന്തിപ്പോവും. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ കപ്പിൻ്റെ ഹാഫ് ഭാഗം മാത്രമേ ബാറ്റർ ഉണ്ടാവാൻ പാടുള്ളൂ. ഇനി ഞാൻ ചോക്ലേറ്റ് മഗ് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് രണ്ടും കൂടെയാണ് ഒരുമിച്ച് ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ വേറൊരു മഗ് എടുക്കുക. എന്നിട്ട് അതിലേക്കൊരു 3 ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ പൊടിച്ചിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഇനി 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ കുറച്ചും കൂടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കോഫി പൗഡർ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കോഫി പൗഡർ ചേർക്കുകയാണ്. ഇനി ഇതൊരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ വാനില കേക്കിന് ഇട്ട പോലെ തന്നെ 1/4 ടീസ്പൂണിലും കുറവ്. അതുപോലെ ബേക്കിംഗ് സോഡ ഒരു നുള്ള് ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടത് ഓയിലാണ്. ഓയിലോ ബട്ടറോ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം പാല് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഈ സമയത്ത് കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചോക്ലേറ്റ് ചിപ്സോ അല്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെ പീസസോ ഒക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ 2 മഗ് കേക്കിന് വേണ്ട ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. ആദ്യം ഈ 2 മഗ്ഗും ഒരു കേക്ക് ടിന്നിലോ അല്ലെങ്കിൽ ഒരു തട്ടിലോ ആക്കിയിട്ട് ഇഡ്ഡലി പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് വെക്കുക. ഇഡ്ഡലി പാത്രം ഒരു 2-3 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ടാണ് ഇത് വെക്കേണ്ടത്. വെച്ച് കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റോളം ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. 15 മിനിറ്റിലും കുറവ് മതിയാവും. അപ്പം നിങ്ങൾ നോക്കുക, ടൈം എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് ചെയ്യുക. ഞാനിത് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെക്കുന്ന വീഡിയോ കയ്യിൽ നിന്ന് എങ്ങനെയോ മിസ്സായിപ്പോയി. അതുകൊണ്ടാണത് കാണിക്കാത്തത്. അങ്ങനെ ഇതാ നമ്മുടെ 2 മഗ് കേക്ക്സും റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുണ്ടാവും. അതുകൊണ്ട് നേരിട്ട് പോയിട്ട് തൊടരുത്. എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് അത് പുറത്തേക്ക് എടുക്കുക.
അങ്ങനെ നമ്മുടെ കേക്ക് ചൂടൊക്കെ പോയി കഴിക്കാൻ പാകമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സോഫ്റ്റാണ് കേക്ക്. പിന്നെ ഇതിൻ്റെ മേലെ നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീമൊക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റി ആവും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ റെസിപ്പീസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.